ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട കുഞ്ഞാ. അതിനൊരു കുഴപ്പം വരാൻ പാടില്ല. ഇവിടെ അവൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അതല്ല അനുവേട്ടാ, ഞാൻ ഒരു സ്വപ്നം കണ്ടു. അതുകൊണ്ടാ ഞാനിപ്പോ ഓടിപ്പിടിച്ച് വന്നത്. ഇത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ട് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ താങ്ങാൻ പറ്റില്ല. ഏയ് ഛേ, അങ്ങനൊന്നും സംഭവിക്കില്ല. സ്വപ്നത്തിൽ കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ല. ഇനി സത്യമായാൽ തന്നെ അത് നമ്മുടെ ജീവിതത്തിലാവില്ല. ആ നേരെ ഒരുപാട് വൈകി. സച്ചി പോയിക്കോ. ശരി അനുവേട്ടാ. ബാഗ്. അല്ല, നീ ഇതെങ്ങോട്ട് പോന്നു? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? എന്നോ ഓഫീസിൽ പോകുന്നല്ലേ? എന്നത്തേം പോലെ അല്ലല്ലോ ഇന്ന്. ഇന്നെന്താ പ്രത്യേകത? എടി, അർച്ചനയ്ക്കിന്ന് സ്കാനിങ്ങിന് പോകേണ്ട ദിവസമാണെന്ന് നിനക്കറിയില്ലേ? എടാ, നീ ഇന്ന് ലീവ് എടുത്തേ അവളുടെ കൂടെ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണേ. ചെല്ലേ. അതെന്തിനാ അനുപേട്ട ലീവ് എടുക്കുന്നേ? അമ്മയ്ക്ക് അർച്ചനയും കൊണ്ട് പൊയ്ക്കൂടെ? ഞാൻ കൂടെ പോകാം, പക്ഷെ അതല്ലല്ലോ പ്രശ്നം. അവിടെ ആണുങ്ങളാരെങ്കിലും വേണ്ടേ കൂടെ? ഏട്ടന് ഓഫീസിൽ എന്തെങ്കിലും അത്യാവശ്യം കാണും. നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാമേ. ഹോസ്പിറ്റലിൽ പോകാൻ അർച്ചനയുടെ കൂടെ വരാൻ എനിക്ക് മടിയൊന്നുമില്ല. ലീവ് എടുക്കാനും കുഴപ്പമില്ല. പിന്നെ പക്ഷേ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യം നോക്കേണ്ടത് കുഞ്ഞിന്റെ അച്ഛനാ. സ്കാനിങ്ങിന് അതിന്റെ അച്ഛൻ വന്ന് കൊണ്ടുപോയിക്കോളൂ. അതിന് സച്ചി വരുവോ? അവൻ നിന്നോട് അങ്ങനെ വല്ലതും പറഞ്ഞോ? അതൊക്കെ ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. സമയമാകുമ്പോൾ അച്ഛൻ റെഡിയായാൽ മതി. കൊണ്ടുപോകാൻ ആള് വരും. ഏട്ടാ, അത് ഒന്നും പറയണ്ട, പറയുന്നത് കേട്ടാ മതി. സച്ചി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ മോളെ? ഇല്ല. എന്തായാലും നീ പോയി റെഡിയാവ്. ചെല്ലേ. ഈശ്വര, സച്ചേട്ടൻ വരുമോ?